കഴിഞ്ഞ ദിവസം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതി റാപ്പർ വേടനെതിരെ ഒരു സ്ത്രീ നൽകുകയുണ്ടായി. അത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയ റാപ്പർ വേടൻ മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഇന്നലെ അതിൽ വാദമുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും വിധി പറയാൻ പോവുകയാണ്. ഹർജിയിൽ കെ ഉമേഷാണ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. എന്താണ് ഇന്നലെ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ എന്നൊക്കെ ഉമേഷ് പറഞ്ഞു തരും. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ബലാത്സംഗ കേസിലെ റാപ്പർ വേടന്റെ ജാമ്യ ഹർജി ഇന്നലെ കോടതി പരിഗണിച്ചിരുന്നു. വലിയ രീതിയിലുള്ള വാദപ്രതിവാദമാണ് അവിടെ കോടതിയിൽ നടന്നത്. കോടതി കൃത്യമായി ചോദിച്ച ഒരു കാര്യമുണ്ട്. സമ്മതത്തോടു കൂടി, ഉഭയ കക്ഷി സമ്മതത്തോടു കൂടി നടന്ന ഒരു കാര്യം അത് പിന്നീട് എങ്ങനെ പീഡനമായി മാറും എന്ന് ചോദിച്ചു വെക്കുന്നത് വലിയ ഒരു ചോദ്യമാണ്. കാരണം അത് ഈ കേസിൽ മാത്രമല്ല ബാധകമായി വരുന്നത്, പല കേസുകളിലും ബാധകമായി വരുന്ന ഒരു ചോദ്യമാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതെ, അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നലെ കോടതിയിൽ നടന്നു. ഇന്നും അതിൻ്റെ തുടർവാദമായിരിക്കും കോടതിയിൽ നടക്കുക. ഈ ഹർജിയിൽ, മുൻകൂർ ജാമ്യ ഹർജിയിൽ വേടൻ്റെ വാദം ഇന്നലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേരാൻ ഈ പരാതിക്കാരി അപേക്ഷ നൽകിയത് കോടതി അനുവദിച്ചു. അങ്ങനെ കക്ഷി ചേർന്ന ശേഷം പരാതിക്കാരിയുടെ വാദവും കോടതി കേൾക്കുകയുണ്ടായി. വേടൻ സമ്മതമില്ലാതെയാണ് ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളത് തന്നെയായിരുന്നു പരാതിക്കാരിയുടെ പ്രധാനപ്പെട്ട വാദം. അത് കുറ്റകരമാണ്. മാത്രമല്ല, വേടനെതിരെ നേരത്തെയും പല കേസുകൾ വരുന്നുണ്ട്. മീട്ടു ആരോപണങ്ങളൊക്കെ നേരിട്ട ഒരാളാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പരാതിക്കാരി വാദിച്ചു. എന്നാൽ കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ കാണുന്ന കാര്യങ്ങൾ വാദിക്കുന്നത് ശരിയല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഇത് സമ്മതത്തോടെ, ഉഭയസമ്മതത്തോടെ ഉണ്ടായ ഒരു ബന്ധമാണ്. അതെങ്ങനെയാണ് കുറ്റകരമാകുന്നത്? ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ ഇങ്ങനെ പരാതിയുമായി പോകുന്നത് എന്നൊക്കെ കോടതി ചോദിക്കുകയുണ്ടായി. നേരത്തെ തന്നെ വേടൻ്റെ വാദം എന്ന് പറയുന്നത് തനിക്ക് നിരന്തരം ഭീഷണി വരുന്നുണ്ട്. പ്രത്യേകിച്ച് തൻ്റെ മാനേജറുടെ ഫോണിലേക്കാണ് നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഭീഷണി ഫോൺ കോളുകൾ വരുന്നുണ്ട്, കേസിൽ ഉൾപ്പെടുത്തും എന്നൊക്കെയാണ് ഭീഷണി എന്ന് വേടന് മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിക്കുകയുണ്ടായി. ഇന്നലെ പരാതിക്കാരി എടുത്ത് ചൂണ്ടിക്കാട്ടിയത് വേടനെതിരെ മറ്റ് പരാതികൾ ഉണ്ട്, ഇതിനകം തന്നെ പോലീസിൽ ആ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നൊരു വാദം പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തുടർ നടപടി ഉണ്ടായിട്ടുള്ളത്, അതിൽ കേസെടുത്തിട്ടുണ്ടോ, അന്വേഷണം നടക്കുന്നുണ്ടോ, അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാൻ പോലീസിനോട്, സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ മറുപടി ഇന്ന് കോടതിയിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇന്നും ഇവരുടെയൊക്കെ വാദം കോടതി കേൾക്കാനുള്ള സാധ്യതയുണ്ട്. പരാതിക്കാരിയുടെ വിശദമായ വാദം കേട്ടു, വേടൻ്റെയും വാദം കേട്ടു. ഇന്നൊരു പക്ഷേ സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള മറുപടി, സർക്കാർ ഈ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കും എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. എതിർത്ത് എന്തൊക്കെ വാദങ്ങളാണ് സർക്കാരും മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്നൊക്കെ വളരെ പ്രധാനമാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ച് 236-ാമത്തെ ഇനമായിട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ വേടൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുക എന്നുള്ളതാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി വളരെ വിശദമായ വാദം കേട്ടത്. ഇന്നും അതിൻ്റെ തുടർവാദം ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ നടക്കും. വിനിഷ, അപ്പോൾ ഇന്ന് വിധിയുണ്ടാകില്ല, ഹർജിയിൽ വാദം വീണ്ടും തുടരും. ഈ ഹർജി പരിഗണിക്കുന്നത് വരെ റാപ്പർ വേടൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. അതെ, അത് വേടന് ആശ്വാസകരമായ ഒരു നടപടി ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതാണ്. ഈ മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാകുന്നത് വരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഇന്ന് വിധി ഉണ്ടാകുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം പൂർണ്ണമായ വാദം കോടതി കേട്ട് കഴിഞ്ഞിട്ടില്ല. മുഴുവൻ വാദവും കേട്ട ശേഷം അപ്പോൾ തന്നെ വിധി ഉണ്ടാവുക വളരെ അപൂർവമാണ്. വേണമെങ്കിൽ സംഭവിക്കാം. അതല്ലെങ്കിൽ വിശദമായ വാദം കേട്ട ശേഷം മറ്റൊരു ദിവസത്തേക്കായിരിക്കും വിധി പറയാൻ മാറ്റുക. വിനിഷ.